പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയ ഒരു സ്റ്റോറി ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. തീവ്രവാദത്തെ വെള്ളപൂശ എന്നുള്ളൊരു കലാപരിപാടിയാണ് ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നമ്മൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. ഇസ്രായേൽ വ്യോമാക്രമണം റാഫ പോലുള്ള സ്ഥലത്ത് നടത്തുന്നു, അവിടെ കുട്ടികൾ മരണപ്പെട്ടു പോകുന്നു, സ്ത്രീകൾ മരണപ്പെട്ടു പോകുന്നു, അഭയാർത്ഥികൾ മരണപ്പെട്ടു പോകുന്നു, അഭയാർത്ഥി ക്യാമ്പിൽ യുദ്ധക്കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലസ്തീനിലുള്ള മനുഷ്യരെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഞാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. ഹമാസ് ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് ബാധിക്കപ്പെട്ട ഇസ്രയേലിലെ സ്ത്രീകളെ, കുട്ടികളെ, ഹോസ്റ്റേജ് ആയിരിക്കുന്നവരെയും ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം നോക്കിയിരിക്കുകയല്ല. രണ്ട് സൈഡിലും മരണപ്പെട്ടു പോയ മനുഷ്യരോടൊപ്പമാണ് നമ്മൾ. പാലസ്തീന് സ്വാതന്ത്ര്യം വേണം. ഇസ്രയേൽ പലപ്പോഴും പാലസ്തീനെ അടിച്ചമർത്തുന്നുണ്ട്. ഗസ പോലുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ഇടുങ്ങിയ സ്ഥലമാണ്. അവിടെ മനുഷ്യർ വലിയ രീതിയിൽ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ആ മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലം മുഴുവൻ ഡെസേർട്ടായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ആ അഭിപ്രായം തന്നെ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറയാം, നമ്മളാരും ഹമാസിനെയോ അല്ലെങ്കിൽ തീവ്രവാദത്തെയോ വിളിപ്പിക്കാൻ വേണ്ടിയല്ല ഫലസ്തീന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറി ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇവർ പലരും താലിബാനെ വെളുപ്പിക്കുന്ന ഒരു കലാപരിപാടിയായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ ഹിച്ചക്കി നുമാദ് എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രാവൽ വ്ളോഗറാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ട്രെൻഡിങ് ആയിട്ട് ഇതിൻ്റെ ഒരു രീതി മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് വേറെ സ്റ്റോറികൾ വരുന്നുണ്ട്. വി വെയർ ഫോഴ്സ് ടു ബിലീവ് ദാറ്റ് ദ ടെററിസ്റ്റ് ലുക്ക് ലൈക്ക് ദിസ്. അതായത് താലിബാൻ തീവ്രവാദികളെ കാണിച്ചിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയായിരുന്നു ഇതാണ് ടെററിസ്റ്റ് എന്ന്. എന്നാൽ ഇപ്പോൾ ലോകത്തിന് മനസ്സിലായി, അമേരിക്ക പ്രസിഡന്റ് ഉണ്ട്, ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഉണ്ട്. ഇവരുടെയൊക്കെ മുഖം കാണിച്ചിട്ട് ഇതാണ് യഥാർത്ഥ ടെററിസത്തിൻ്റെ ഫേസ് എന്ന് നമ്മൾക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ താലിബാൻ തീവ്രവാദത്തിനെയൊക്കെ വെള്ളപൂശുന്നുണ്ട്. ഒരു കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആൾക്കാർ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ നേരത്ത് ഹമാസിനെ അല്ല നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. ഇതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരെയാണ്. ആ സപ്പോർട്ട് വെറുതെ കൂട്ടിക്കളയരുത് ഇതുപോലുള്ള വെളുപ്പീര് കാണിച്ചിട്ട്. എന്താണ് താലിബാൻ എന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് ആൾക്കാർ വിദ്യാർത്ഥി സംഘടനയാണെന്നൊക്കെ പറയും. എന്നാൽ അതൊന്നും അല്ല താലിബാൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ കുറേ ആൾക്കാർ ഇതൊക്കെ അമേരിക്കയുടെ കളിയാണ്, അമേരിക്ക ആണല്ലോ ഇതിനെല്ലാം പിന്നിൽ നിന്ന് കുറേ ക്ലീഷ ഡയലോഗായിട്ട് വരും. അതൊന്നും വേണ്ട. എന്താണ് താലിബാനും എന്താണ് IS എന്നൊക്കെ അറിയാവുന്നവരൊക്കെയാണ് നമ്മളെല്ലാവരും. ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരുടെ ഐഡിയോളജി എന്താണ്, ലോകം മുഴുവൻ എന്തിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്, ആരാണ് അവരുടെ ശത്രുക്കൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലെ വെളുപ്പീറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം. സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്, മ്യൂസിക് എങ്ങനെയാണ് കാണുന്നത്, ഒരു കൊമേഡിയനെ എങ്ങനെ കൊന്നുതള്ളി, ഇങ്ങനെ പലതരത്തിലുള്ള കലാപരിപാടി, മത നിയമങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു നാട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഒരു നാടിനെ പിന്നോട്ട് നയിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള സപ്പോർട്ട് കൂടെ പോകും. അപ്പോൾ നമുക്ക് പറയേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, എന്താണ് ടെററിസം എന്ന് നമുക്കറിയാം. പിന്നെ ഇപ്പം ഒരു യുദ്ധം നടക്കുന്നു, യുദ്ധക്കുറ്റം നടക്കുന്നു, അല്ലെങ്കിൽ ഏകാധിപതി ഭരിക്കുന്നു, വർഗീയവാദം, വർഗീയത, തീവ്രവാദം, മനസ്സിലായില്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു, ആ യുദ്ധക്കുറ്റമായി മാറുന്നു, പലപ്പോഴും അപ്പുറത്തുള്ള ആൾക്കാരെ മനുഷ്യത്വമില്ലാതെ കൊന്നു തള്ളുന്നു. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു വർഗീയത ഉണ്ടാവുന്നത് എന്താണെന്ന് മനസ്സിലാവും, ഏകാധിപതി എന്താണെന്ന് മനസ്സിലാവും, തീവ്രവാദം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ തീവ്രവാദത്തിനെയും ഈ യുദ്ധക്കുറ്റത്തിനെയും രണ്ടും കൂടെ അങ്ങോട്ട് കമ്പയർ ചെയ്തിട്ട് രണ്ടിനെയും കൂടെ ഒറ്റ ഒരു ഇതിൽ കെട്ടിവെക്കരുത്. രണ്ടും രണ്ടാണ്. തീവ്രവാദമാണ്, ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ്. മനസ്സിലായില്ലേ? അപ്പം ഒക്ടോബർ 7 ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും അതിന് മുൻപേ ഇസ്രായേൽ നടത്തിയതാണെങ്കിലും ഒരു കാരണവശാലും നമ്മളാരും അംഗീകരിക്കുന്നില്ല. സാധാരണ മനുഷ്യരോടൊപ്പമാണ് നമ്മൾ. ഇതിനിടയിലൂടെ ദയവ് ചെയ്ത് തീവ്രവാദത്തെ വെളുപ്പിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളാരും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫലസ്തീന ജനങ്ങൾക്കൊപ്പമാണ്. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇസ്രായേലിനെ കണ്ണം പൂട്ടി ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും വരുന്നില്ല. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കുറ്റമാണ്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. തീവ്രവാദവും യുദ്ധക്കുറ്റവും അല്ലെങ്കിൽ ഏകാധിപത്യവും വർഗീയതയും ഒക്കെ പലതും പല കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്, പല വേരിയേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് എന്താണെന്ന് നമുക്കറിയാം. അതുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് എല്ലാം കൂടെ വിളിപ്പിക്കാൻ നിൽക്കരുത്. ഉള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടു പോകും. അതേട് വരികയാണെന്ന് ഫോളോ ചെയ്യുന്നവർ പരിഗണിക്കാം.